ഞാൻ കഥാപ്രസംഗ വേദിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഈ കല എങ്ങനെ കേരളത്തിൽ ഉത്ഭവിച്ചു എന്നത് ഒരു നിമിഷമൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 1924 വടക്കംപറൂർ വെച്ച് ആരാധ്യനായ ബഹുമാനനായ CI സത്യദേവൻ എന്ന് പറയുന്നൊരു പ്രശസ്ത ആദരണീയ കലാകാരനാണ് കഥാപ്രസംഗം അവതരിപ്പിച്ചത്. അത് കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന കാവ്യമായിരുന്നു. അതിന് കവിതകൾ എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹമായിരുന്നു. TK പത്മുവിൻ്റെ നേതൃത്വത്തിൽ വടക്കംപറൂർ ഒട്ടനവധി അന്ന് കലാരംഗത്ത് സജീവമായിട്ടുണ്ടായിരുന്ന പലരുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് ഈ കല കേരളത്തിൽ ഉടലെടുത്തത്. ഹരികഥ കഥാക്ഷേപം ഹരികഥയായിട്ടാണിത് തുടങ്ങിയത്. പിന്നീട് KK വാദ്യാർ, കൈമാപ്പറമ്പൻ അതുപോലുള്ള പ്രശസ്തരായ കഥാപ്രാസംഗികരുടെ കൈകളിലൂടെ ഈ കഥാപ്രസംഗ കല ഒട്ടുദൂരം സഞ്ചരിച്ചപ്പോൾ അതിനൊരു സാമൂഹ്യ പരിവർത്തനം വന്നു. ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഈ ഖണ്ഡകാവ്യങ്ങളും കവിതകളും കവിതാസമാഹാരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇത്യാദി പ്രശസ്തമായ കൃതികളും ഒക്കെ ആയിരുന്നു. പിന്നീടത് സാമൂഹ്യവൽക്കരിക്കപ്പെട്ടപ്പോൾ പല പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെയും നല്ല നല്ല കഥകൾ രംഗത്ത് അവതരിപ്പിക്കാൻ തുടങ്ങി. അത് കൈമാപ്പറമ്പിൻ്റെയൊക്കെ ആ കാലഘട്ടത്തിലെ അത്തരത്തിലുള്ള സാമൂഹ്യത്തിന് ഉപകാരപ്രദമായ സാമൂഹ്യ ഉദ്ധാരണത്തിന് ഉതകുന്ന രീതിയിലുള്ള നല്ല നല്ല പ്രമേയങ്ങൾ തിരഞ്ഞെടുത്ത് അവർ കഥാപ്രസംഗമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. വടക്കംപറൂർ കഥാപ്രസംഗത്തിൻ്റെ ഉത്ഭവം ഉണ്ടായെങ്കിലും അതിനടുത്ത പ്രദേശമായ കെടാമംഗലം എന്ന സ്ഥലത്തു നിന്നാണ്, ആ പ്രദേശത്തു നിന്നാണ് കെടാമംഗലം സദാനന്ദൻ എന്ന് പറയുന്ന കഥാപ്രസംഗ ഭീഷ്മാചാര്യർ എന്നാണ് അദ്ദേഹത്തെ കഥാപ്രസംഗ ലോകവും കേരളവും വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലത്തു നിന്നുള്ള പ്രശസ്തനായ കഥാപ്രാസംഗികൻ ശ്രീ V സാംബശിവൻ സാർ, അതോടൊപ്പം തന്നെ കൊല്ലം ബാബു, അത്തരത്തിലുള്ള പ്രശസ്തരായ ആളുകളുടെ കഥകൾ കേട്ടാണ് കേരളം ഒരു സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടി ഒരു സന്നാഹം കൂട്ടുന്ന കാലഘട്ടം കൂടി ആയിരുന്നതുകൊണ്ട് ഇവരുടെയൊക്കെ കഥാപ്രസംഗങ്ങളും കഥകളുമൊക്കെ അത്തരത്തിലെ ആളുകളെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. സമൂഹവൽക്കരണത്തിന് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ കഥകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കെ ആളുകളെ വിസ്മയിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ മലയാള കഥകളിൽ നിന്നും സാമൂഹ്യ കഥകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വിദേശ കഥാപ്രസംഗ വേദിയിലേക്ക് കടന്നു വരുന്നത്. സത്യത്തിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വർഷങ്ങളോളം ഈ വിദേശ കഥകളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ തുടക്കം എന്നോണം പ്രൊഫസർ V സാംബശിവൻ സാർ തന്നെയാണ് അതിന് തുടക്കം കുറിച്ചതെങ്കിലും ഒട്ടനവധി കഥാപ്രാസംഗികർ പിന്നീട് വിദേശ കഥകളും കാവ്യങ്ങളും കഥാപ്രസംഗമായി കേരളത്തിലെ കഥാപ്രസംഗ ആസ്വാദകർക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പല പ്രശസ്തരായ ബംഗാളി സാഹിത്യവും അതുപോലുള്ള നിരവധി കഥകളും കവിതകളും ഒക്കെ കഥാപ്രസംഗത്തിന് മുതൽക്കൂട്ടായി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിലെ പുരാണ കഥകളും ചരിത്ര സംഭവങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഇതിനകത്ത് മുതൽക്കൂട്ടായി വന്നിട്ടുണ്ട്. കഥാപ്രസംഗത്തിൻ്റെ വലിയൊരു കലവറയായിട്ട് ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഞാൻ അവതരിപ്പിച്ചു തുടങ്ങിയത് സാമൂഹ്യ കഥ തന്നെയാണ്. 72 ആദ്യമായി ഞാൻ അവതരിപ്പിച്ച കഥ പ്രതിമ എന്നായിരുന്നു അതിൻ്റെ പേര്. എൻ്റെ സുഹൃത്ത് ഉണ്ണിക്കരുത്തല, എൻ്റെ സംഗീത സംവിധായകനും ഗുരുനാഥനും കൂടിയായ NK ചന്ദ്രദാസിനോടൊപ്പം തന്നെ ഞാനും ഒരുമിച്ച് കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കൂട്ടത്തിൽ
ഒരു പ്രശസ്തനായൊരു നാടകകൃത്താണ് ഉണ്ണിക്കരുത്തൽ. അപ്പം ഞാനിങ്ങനെ നാടകവും ഗാനമേളയൊക്കെ മാറി കഥാപ്രസംഗികനായി മാറുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഒരു കഥ എനിക്ക് വേണ്ടി തയ്യാറാക്കുകയായിരുന്നു. പ്രതിമ എന്നാണ്, ഒരു സാമൂഹ്യ കഥയാണത്. ആ കഥയാണ് അവതരിപ്പിച്ചത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 10-15 വർഷങ്ങളോളം ഞാൻ സാമൂഹ്യ കഥകൾ തന്നെയാണ് അവതരിപ്പിച്ചത്. ഞാൻ തന്നെ 10ഓളം കഥകൾ ഇതിനകം സ്വന്തമായി രചിച്ച് കഥാപ്രസംഗ ഭാഷ്യം നൽകി ഹൃദ്യമായി രംഗത്ത് അവതരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിജയിച്ചിട്ടുമുണ്ട്. അതിൽ വളരെ പ്രശംസനീയമായ ഒരു കഥ ക്രിസ്റ്റോഫർ ലീ എന്ന നടൻ്റെ ജീവിതം ഞാൻ കഥാപ്രസംഗമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ലോകത്തെ മുഴുവൻ ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ ഡ്രാക്കുള എന്ന കഥാപാത്രത്തെ സെല്ലുലോയിൽ ജീവൻ പകർന്ന ഒരു അതുല്യ പ്രതിഭാശാലിയായ നടനാണ് ക്രിസ്റ്റോഫർ ലീ. അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്നു പോവുകയും സ്വന്തം ജീവിതം നഷ്ടമാവുകയും ആ കലാകാരനെ മറ്റാരും അംഗീകരിക്കപ്പെടാതെ വരികയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ക്രിസ്റ്റോഫർ ലീ എന്ന നടൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹത്തിനുണ്ടായത്. അതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ഒരു കഥ തയ്യാറാക്കി അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ ഷേക്സ്പിയർ ഇന്ത്യയിൽ എന്നൊരു കഥയും എൻ്റെ സ്വന്തം രചനയിൽ ഞാൻ അവതരിപ്പിച്ച് രംഗത്ത് വളരെ ഹൃദ്യമായി നല്ല രീതിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ ആ കഥയിൽ ഉൾക്കൊണ്ടിട്ടുള്ള മുഴുവൻ കഥാപാത്രങ്ങളെയും കാഥികൻ ഒറ്റയ്ക്ക് ഒരാൾ ആ കഥയിലുള്ള മുഴുവൻ കഥാപാത്രങ്ങളെയും അതിൻ്റെ ഭാവത്തോടെയും അതിൻ്റെ വേഷവിധാനങ്ങളൊക്കെ കാഥികൻ അണിയുന്നില്ലെങ്കിലും അതിൻ്റെ പറച്ചിലും ഈ കഥാപാത്രങ്ങളുടെ പെരുമാറ്റത്തിലും ചലനങ്ങളും അതിൻ്റെ ശബ്ദം അവരുടെ ആ ഓരോ കഥാപാത്രത്തിനും കൊടുക്കുന്ന ശബ്ദവിന്യാസങ്ങൾ. ഇപ്പോൾ അച്ഛനും മകളും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാടകത്തിലാണെങ്കിൽ 2 കഥാപാത്രങ്ങൾ വരും. ഒരു നടൻ അച്ഛനും ഒരു നടി മകളുമായി. കഥാപ്രസംഗത്തിന് അങ്ങനെയല്ല. അച്ഛനാകുന്നതും മകളാകുന്നതും കഥാപ്രസംഗം തന്നെയാണ്. അപ്പോൾ അത് നേരിട്ട് ജനങ്ങളുമായി ആസ്വാദകരുമായി നേരിട്ടിടപഴകിക്കൊണ്ട് അവരുടെ ആസ്വാദന ശേഷി കൂടി മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ആസ്വാദന ആ താല്പര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് കാഥികനാണ് ഇതെല്ലാം ചെയ്യുന്നത്. 1ഉം 2ഉം കഥാപാത്രങ്ങളും മാത്രമല്ല, ചില രംഗങ്ങളിൽ ഒത്തിരി 4ഉം 5ഉം കഥാപാത്രങ്ങൾ ഒരു സമയത്ത് വരുന്ന രംഗങ്ങളിലൊക്കെ തന്നെ വരുന്ന സന്ദർഭങ്ങളിൽ കഥാപ്രസംഗം തന്നെയാണ് ഇവർക്ക് വേണ്ട ശബ്ദ വ്യത്യാസം കൊടുത്ത് കഥയിലൂടെ കഥ പറഞ്ഞു പോകുന്നത്. അതൊരു പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുനിമിഷം, ഇപ്പോൾ വലിയൊരു സംഘർഷമാണെങ്കിൽ അതിനിടയ്ക്കുള്ള കൂട്ടായ്മയുടെ ഒരു വലിയ ബഹളം, ഒച്ചപ്പാട്, ഇതൊക്കെ കാഥികനാണ് കൈകാര്യം ചെയ്ത് ഒരു വിഷയത്തെ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ആദ്യകാലങ്ങളിൽ കഥാപ്രസംഗം വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ അകമ്പടിയായി പിന്നണിയിൽ ഉണ്ടായിരുന്നത് ഒരു ശ്രുതിപ്പെട്ടിയും മൃദംഗവും മാത്രമായിരുന്നു. അതിൻ്റെ ഈരടികൾക്കനുസൃതമായിട്ടുള്ള താളങ്ങൾ കഥാപ്രസംഗം തന്നെ ചപ്ലാങ്കട്ട എന്ന കഥാപ്രസംഗത്തിൻ്റെ ഹൈലൈറ്റ് ഇൻസ്ട്രുമെൻ്റായ ഈ ചപ്ലാങ്കട്ട താളമടിച്ചുകൊണ്ടാണ് കഥകൾ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേതുപോലെ ഫിക്സ് ചെയ്ത ഒരു ഓർക്കസ്ട്ര അന്നില്ല. കഥാപ്രസംഗിക്കാരൻ എറണാകുളത്ത് നിന്നാണെങ്കിൽ പരിപാടി അവതരിപ്പിക്കുന്നത് കൊല്ലത്താണെങ്കിൽ കാഥികൻ ഇവിടുന്ന് കൊല്ലത്തെത്തുന്നു. അവിടുന്ന് ഒരു ഭാഗവതരെയും ഒരു മൃദംഗക്കാരനെയും തരപ്പെടുത്തുന്നു. കാരണം അന്ന് ഈ കഥാപ്രസംഗത്തിൻ്റെ ഈരടികളൊക്കെ തന്നെ ശാസ്ത്രീയമായി
സംഗീതത്തിൻ്റെ അടിസ്ഥാന ശിലയിൽ ഊന്നി നിന്നുകൊണ്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ള പാട്ടുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈരടികൾ തുടങ്ങുമ്പോൾ കാഥികൻ തൻ്റെ കയ്യിലുള്ള ചപ്ലാങ്കട്ട കൊണ്ട് ആ പാടുന്ന രാഗത്തിൻ്റെ അദ്ദേഹം ആ കഥയിൽ കവിത ചിട്ടപ്പെടുത്തിയിരിക്കുന്ന താളം കാണിച്ചു കൊടുത്താൽ ഈ പക്കമേളക്കാർ കഥാപ്രസംഗക്കാരൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ആദ്യകാല കഥാപ്രസംഗത്തിൻ്റെ പിന്നണി സംവിധാനമെങ്കിൽ പിന്നീട് പോകെ കാലം പുരോഗമിച്ചപ്പോൾ നല്ല നല്ല ഉപകരണങ്ങളും ഒക്കെ വന്നപ്പോൾ അത് ഈ ശ്രുതിപ്പെട്ടി എന്നുള്ളത് ഹാർമോണിയം എന്ന ഉപകരണത്തിലേക്ക് മാറി, മൃദംഗം എന്നത് മാറി തബലയായി, അതേപോലെ തന്നെ ക്ലാർനെറ്റ് കഥാപ്രസംഗത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഉപകരണ സംഗീതമായി ഇന്നും കഥാപ്രസംഗ രംഗം സ്മരിക്കുകയാണ്. കേൾവിക്കാരുടെ മനസ്സിലും കഥാപ്രസംഗത്തിൻ്റെ ഹൃദ്യമായ അവതരണത്തിനൊക്കെ ക്ലാർനെറ്റ് എന്ന ഉപകരണം നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഗിറ്റാർ വന്നു, ട്രിപ്പിൾ ഡ്രംസ്, അതുപോലുള്ള നിരവധി ഉപകരണങ്ങൾ വന്നു. ഇപ്പോൾ പിന്നെ കീബോർഡ്, ഓർഗൻ, ഇലക്ട്രോണിക് ഓർഗൻ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സൊക്കെ വന്നു. അന്ന് ഈ മാറ്റം വന്നു, സംഗീത ഉപകരണങ്ങളിൽ മാറ്റം വന്നു തുടങ്ങിയ സമയത്ത് ഗിറ്റാർ ഉണ്ടെങ്കിൽ പ്രത്യേകം നോട്ടീസിൽ ഇലക്ട്രിക് ഗിറ്റാർ എന്ന് പ്രത്യേകം അച്ചടിച്ച് വെക്കും. അത് കണ്ടിട്ട് അത് കേൾക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അത്തരത്തിലായിരുന്നു ആദ്യത്തെ കാലഘട്ടങ്ങളിൽ ഈ ഓർക്കസ്ട്ര ചിട്ട ചെയ്തിരുന്നത്. പിന്നീട് അങ്ങോട്ട് മാറി ഇപ്പോൾ മറ്റൊരു സംഗതി കൂടി നമുക്ക് കഥാവേദിയിൽ കാണാൻ കഴിയും. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് പല പ്രശസ്തരായ കഥാപ്രാസംഗികരും. അവർ നാമമാത്രമായി കവിതകൾ ഉരുവിടുവാൻ ഒരു ഹാർമോണിയയും തബലയും ഒരു ടൈമിംഗ് ഇൻസ്ട്രുമെൻറ്റും വെച്ചിട്ട് കഥയുടെ ഇഫക്റ്റുകളും അതുപോലുള്ള പ്രത്യേക സംഗീത ഉപകരണങ്ങളുടെ പ്രാതിനിധ്യം വരുന്ന സ്ഥലങ്ങളിലൊക്കെ അവരുപയോഗിക്കുന്നത് ഇപ്പോൾ റെക്കോർഡ് ചെയ്തിട്ട്, മ്യൂസിക് സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇപ്പോൾ അവരതാണ് ഉപയോഗിക്കുന്നത്. അവരത് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് തെറ്റാണെന്നല്ല. അങ്ങനെയും ഒരു മാറ്റം കഥാപ്രസംഗ രംഗത്ത് ഇന്ന് വന്നിട്ടുണ്ട്. അതിങ്ങനെ പലരും തുടർന്നു പോകുന്നുണ്ട്, അത് നിലനിൽക്കുന്നുമുണ്ട്. ഇപ്പോൾ പിന്നെ പലരും വിഷ്വൽ കഥാപ്രസംഗമായിട്ടും അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ വിഷ്വൽ എന്ന് പറഞ്ഞാൽ അത് പ്രൊജക്ടർ വെച്ചിട്ട് ചലച്ചിത്രമാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഒരു പുരാണ കഥ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ യുദ്ധം അല്ലെങ്കിൽ അതുപോലുള്ള സംഗതികൾ പ്രൊജക്ടർ വെച്ചിട്ട് 1-2 കഥാപ്രാസംഗികർ ഈയിടെ അവതരിപ്പിക്കുകയുണ്ടായി. ഇത് വർഷങ്ങൾക്ക് മുൻപ് കുമ്പളങ്ങി ഭരതൻ എന്ന് പറയുന്നൊരു കഥാപ്രാസംഗികൻ പ്രൊജക്റ്റ് വെച്ച് ചലച്ചിത്രമല്ലാതെ ലൈവായിട്ട് രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ്. അന്ന് അദ്ദേഹം അത് കഥാപ്രസംഗ രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ളൊരു സംഭാവനയാണ് ശ്രീ കുമ്പളങ്ങി ഭരതൻ. അതെടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. രക്ഷസ് എന്ന കലാനിലയം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന നാടകം ശ്രീ കുമ്പളങ്ങി ഭരതൻ അത് നാടകമായി രംഗത്ത് അവതരിപ്പിക്കുകയും അദ്ദേഹം അതിൻ്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിലുള്ള ചില പ്രത്യേക രംഗങ്ങൾ വേദിയിൽ ലൈവായിട്ട് നടന്മാരും നടികളും ചേർന്ന് അഭിനയിച്ച് കഥ പറഞ്ഞു പോകുന്ന ഒരു സമ്പ്രദായം കുമ്പളങ്ങി ഭരതൻ എന്ന കഥാപ്രാസംഗിക കലാകാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പഴയതുപോലെ കഥാപ്രസംഗ കലയ്ക്ക് പ്രസക്തി ഉണ്ടോ എന്നൊരു ചോദ്യം. സത്യത്തിൻ്റെ നേരെ മുഖം കുനിച്ചിട്ട് കാര്യമില്ല. ചെറിയ വാസ്തവം അതിനകത്തുണ്ട്. പക്ഷെ അത് കഥാപ്രസംഗ കലയ്ക്ക് മാത്രമല്ല എന്ന് നിശ്ചയമായും പറയുവാൻ എനിക്ക് കഴിയും. കാരണം കഥാപ്രസംഗ കലയ്ക്ക് അത് സംഭവിച്ച കാലഘട്ടം പുതിയ മാധ്യമങ്ങളുടെ തള്ളിക്കയറ്റത്തിനിടയിൽ പെട്ട് പഴയതുപോലെ ആളുകൾക്ക് ഉത്സവപ്പറമ്പുകളിലും അല്ലെങ്കിൽ മറ്റ്
ആഘോഷ വേളകളിൽ ഒക്കെ പുറത്തു ചെന്നിരുന്ന വേദിയിൽ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ കാണാൻ അവർക്കതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ടി വിയിൽ ആവശ്യമുള്ള ചാനലുകൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് പരിപാടി വേണമെങ്കിലും കാണാവുന്ന ഒരവസ്ഥ വന്നതിന് ശേഷമാണ് മാന്ദ്യം സംഭവിച്ചത്. അതിലാദ്യത്തെ ഇര ഞങ്ങൾ കഥാപ്രാസംഗികർ തന്നെയായിരുന്നു, അതിൽ സംശയമില്ല. പിന്നീട് നാടകമായാലും ഗാനമേളയായാലും ഈ കഥാപ്രസംഗത്തെയും നാടകത്തെയും ഒക്കെ പിന്തള്ളിക്കൊണ്ടാണ് ഗാനമേളയും അതുപോലുള്ള കോമഡി പരിപാടികളൊക്കെ രംഗത്തേക്ക് കടന്നു വന്നത്. പക്ഷേ ആദ്യം ഞങ്ങൾ ഈ പരിക്കേറ്റ് പിന്നിലേക്ക് മാറി ഞങ്ങൾ ഏതാണ്ട് ഒരു അപരാധം ചെയ്ത രീതിയിലേക്ക് ഇങ്ങനെ മാറി നിന്നപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവർക്കും തിരിച്ചടി കിട്ടിത്തുടങ്ങി. ഇന്ന് പഴയതുപോലെ ഉത്സവ വേദികളിലോ അല്ലെങ്കിൽ ആഘോഷ സ്റ്റേജുകളിലൊക്കെ ഏതു പരിപാടി വെച്ചാലും വളരെ ശുഷ്കമാണ്. ആളുകൾ ഓഡിയൻസിനെ കിട്ടാൻ വളരെ പ്രയാസമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഞാനീ പറഞ്ഞതൊക്കെ ഒരു കാരണമാണെങ്കിലും അതുകൂടാതെ തന്നെ പഴയതുപോലെ ഒരു 7 മണി 8 മണിയാകുമ്പോൾ ഉത്സവപ്പറമ്പിലെത്തി ആഘോഷ വേളയിൽ നടക്കുന്ന സ്ഥലത്തെത്തി പരിപാടികളൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലത്താണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കലാപരിപാടിയൊക്കെ ആസ്വദിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ വീട് പോലും ഉണ്ടാകാത്തൊരവസ്ഥ കൂടി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ കൊണ്ട് കൂടിയാവണം ആളുകൾ പഴയതുപോലെ ഒരു കലയെയും സ്വീകരിക്കാൻ തയ്യാറാകാതെ അത്യാവശ്യം സ്റ്റേജ് പരിപാടികൾ ഒഴിവാക്കിക്കൊണ്ട് ഈ വീട്ടിലിരുന്ന് കലാപരിപാടികൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതെന്നാണ്. നിങ്ങളൊക്കെ തന്നെ മനസ്സിരുത്തിയാൽ ഇനിയും ഈ കഥാപ്രസംഗ കലയ്ക്ക് ഒത്തിരി വേദികൾ നമ്മുടെ കലാസാംസ്കാരിക ബോധമുള്ള ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ സൃഷ്ടിക്കുവാനും ഈ കഥാപ്രസംഗ കലാകാരന്മാരെയും അവർ മാത്രമല്ല അവരുടെ കൂടെ ഇപ്പോൾ 4ഉം 5ഉം കലാകാരന്മാർ കൂടി ജീവിതമാർഗവുമായി മുന്നോട്ട് വരുന്നുണ്ട്. അതുകൂടി കണക്കിലെടുക്കണം. അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ പണ്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ കല ഇത്രയും വലിയൊരു വടുവൃക്ഷമായി കേരളത്തിൻ്റെ കലാസാംസ്കാരിക പൈതൃക ബോധമുള്ള ഈ മലയാള മണ്ണിൽ വളരുവാനും ഒക്കെ സഹായമായിട്ടുള്ളത്. അങ്ങനെ 1972 ഒക്ടോബർ 20 കടവന്ത്രയിൽ ആദ്യവേദിയിൽ കഥാപ്രാസംഗികനായി രംഗപ്രവേശം ചെയ്ത ഞാൻ 4.5 പതിറ്റാണ്ട് പിന്നിട്ട് 48ാമത് വർഷവും കഥകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. ഈ അവതരണങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇതുകൊണ്ട് മാത്രം ഒരു വരുമാന മാർഗമായി സ്വീകരിക്കാതെ അതൊരു പക്ഷേ എനിക്കൊരു ജോലി ലഭിച്ചത് കൊണ്ടുകൂടിയായിരിക്കണം വളരെ ആത്മാർത്ഥമായി കഥാപ്രസംഗ കലയ്ക്ക് ഒരു കോട്ടവും തട്ടാതെ നല്ല രീതിയിൽ കഥകൾ അവതരിപ്പിക്കുകയും ആളുകൾക്ക് ഹൃദ്യമായ രീതിയിൽ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പ്രമേയങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല കഥകൾ മലയാള കഥാപ്രസംഗ വേദിക്ക് സംഭാവന ചെയ്യുവാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള കാലവും കഥാപ്രസംഗം ഒരു പ്രാണവായുവായി സ്വീകരിച്ചിരിക്കുന്ന ഒരു കഥാപ്രാസംഗികൻ, ഓരോ ഗാഥികനും അങ്ങനെയാണ്. ഒരു കഥാപ്രാസംഗികൻ എന്ന നിലയിൽ ഈ കഥാപ്രസംഗം എന്ന കല വളരെ ആത്മാർത്ഥതയോടുകൂടി കഥാപ്രസംഗ കലയുടെ യശസ് ഇനിയും വാനോളം ഉയരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എൻ്റെ ഇനിയുള്ള പ്രവർത്തനവും കഥാപ്രസംഗ കലയ്ക്ക് വേണ്ടി ഞാൻ തുടരും.